ഏറ്റവും കൂടുതൽ പണം സൂക്ഷിക്കുന്നത്, സമാഹരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണിത്. അതിൻ്റെ ശോചനീയാവസ്ഥ കണ്ടാൽ തന്നെ നമ്മുടെ നാടിൻ്റെ വികസനം എത്രത്തോളം ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തിരുവല്ല റവന്യൂ ടവറിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നോടൊപ്പം ഇവിടെ ഏതാണ്ട് 10 വർഷത്തോളം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ്. ഇവിടുത്തെ ദുരിതങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഈ 10 വർഷമായിട്ട് ചെയ്യുന്ന അവർക്കുള്ള അനുഭവങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. എവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്? ഇപ്പം നമ്മൾ നിൽക്കുന്നത് ട്രഷറിയുടെ സൈഡിലാണ്. ഈ ഒരു സൈഡ് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ ശോചനീയാവസ്ഥ എന്താണെന്ന്. എല്ലാവരും വന്ന് നമ്മുടെ ഈ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ തന്നെ ഭണ്ഡാരമായിട്ടുള്ള സ്ഥലമാണിത്. ഇതിൻ്റെ ഈ ചുവരുകളും അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ വശമൊക്കെ കണ്ടാൽ അറിയാം ഇതിൻ്റെ ഒരു ശോചനീയാവസ്ഥ. ഏറ്റവും കൂടുതൽ പണം സൂക്ഷിക്കുന്നത്, സമാഹരിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണിത്. അതിൻ്റെ ശോചനീയാവസ്ഥ കണ്ടാൽ തന്നെ നമ്മുടെ നാടിൻ്റെ വികസനം എത്രത്തോളം ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ റവന്യൂ ടവറിൻ്റെ അവസ്ഥ. റവന്യൂ ടവർ എന്ന് പറഞ്ഞാൽ 2000 പണി കഴിപ്പിച്ചതാണിത്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ കൃത്യമായി പ്രവർത്തിക്കാത്ത 2 ലിഫ്റ്റുകളാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 28ഓളം ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ഈ റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്നത്. അവിടെ പ്രവർത്തിക്കുന്നെങ്കിൽ പോലും എല്ലാവരും അത് സാധാരണപ്പെട്ടവർ വരുന്ന സ്ഥാപനങ്ങളാണ്. വൃദ്ധരും കുട്ടികളും സ്ത്രീകളും ജനങ്ങളും ഒക്കെ വരുന്ന അങ്ങനെയുള്ള താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, അതുപോലെ വളരെ സാധാരണപ്പെട്ടവരും വൃദ്ധരും വരുന്ന നിരാലംബരായിട്ടുള്ളവർ വരുന്ന സ്ഥലമാണ്. അവിടേക്ക് അവർക്ക് കയറി പറ്റണമെങ്കിൽ ഈ 4ാം നില വരെ സ്റ്റെപ്പ് കയറി പോകേണ്ട അവസ്ഥ പല സമയങ്ങളിലും അവരുടെ നീതി പോലും ഇതേ കാരണം കൊണ്ട് നിഷേധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബക്കോടതി 3ാമത്തെ നിലയിലാണ്. കൂടുതൽ വരുന്നവരെല്ലാം തന്നെ കുട്ടികളുമായിട്ട് വരുന്നവരും വൃദ്ധജനങ്ങളും അവരുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി വരുന്നവർ, അതുപോലെ സാക്ഷികൾക്ക്, അങ്ങനെയുള്ള പലർക്കും ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങേണ്ട കാരണം പല കാരണങ്ങളുമുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങളുമുണ്ട്. നീതി നിഷേധിക്കുന്ന അവസ്ഥകൾ വരെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രശ്നമുള്ള മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ശൗചാലയങ്ങൾ. ഒരു വൃത്തിഹീനമായിട്ടെന്ന് പറഞ്ഞാൽ ഇന്നേ വരെ അത് കൃത്യമായ വൃത്തിയായിട്ട് കിടക്കുന്നത് നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. അവിടെ വളരെ വൃത്തികെട്ട് കിടക്കുന്നതാണ്. സാധാരണപ്പെട്ടവരും പാവങ്ങളും അല്ലെങ്കിൽ വൃദ്ധരും സ്ത്രീകളും നിരന്തരമായി ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഈ റവന്യൂ ടവർ. അതുപോലെ കുടുംബക്കോടതിയുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളാണ് കൂടുതൽ, അല്ലെങ്കിൽ ഒത്തിരി പുരുഷന്മാരാണെങ്കിലും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ ഒരു മിനിമം അമ്യൂണിറ്റി പോലും ഇല്ലാത്ത ശൗചാലയങ്ങളും വൃത്തിഹീനമായ അന്തരീക്ഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാലിന്യം തന്നെ ഈ ടവറിന് 4 വശം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതിന് ഒരു വൃത്തി നമ്മുടെ ഭരണസ്ഥിരാകേന്ദ്രത്തിലാണ് ജനങ്ങളെത്തുന്നത്. ഇവർ ഇത് കണ്ടല്ലേ പഠിക്കുന്നത്? തീർച്ചയായും മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഭയങ്കര പട്ടിശല്യം ഉണ്ടായി. അത് മാലിന്യങ്ങൾ കിടക്കുന്ന കാരണം തന്നെ മാലിന്യങ്ങൾ തിന്നാനായിട്ട് നിരന്തരം പട്ടികൾ വരികയും അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവുകയും ഇവിടെ വന്ന പല ജീവനക്കാരെയും, ഇവിടെ ട്രഷറിയിൽ തന്നെ ഒരു ജീവനക്കാരനെയും മറ്റ് പലരെയും പട്ടി കടിക്കുകയും അങ്ങനെ ഒരു അന്തരീക്ഷത്തിന് തന്നെ ഒരു പ്രശ്നം ഉണ്ടായ ഒരു അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് പത്രത്തിലൊക്കെ വലിയ വാർത്തകളായിരുന്നു. അത് ഇതിൻ്റെ പ്രധാന പ്രശ്നം വൃത്തിഹീനമായ അവസ്ഥ. ഇവിടെ ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം വൃത്തിഹീനമായിട്ട് കിടക്കുന്നു, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെയും സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇവിടെ. അപ്പോൾ എന്തായാലും റവന്യൂ ടവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾക്ക് വളരെ മോശകരമായ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഒരു ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. ജനങ്ങളൊരു മാറ്റത്തിന് വേണ്ടി അവർ കാതോർത്തിരിക്കുകയാണ്. എന്തായാലും ഈ ഇലക്ഷൻ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവിടെ എത്തുന്നവരും എത്തിച്ചേർന്നവരും എല്ലാവരും പറയുന്നത്. എന്തായാലും ഇതിനൊരു മാറ്റം ഇനിയെങ്കിലും ഉണ്ടാവട്ടെ. മറ്റൊരു അഭിഭാഷകനാണ്, വർഷക്കണക്കിന് സമയം ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുക, ഇവിടെ ജോലി ചെയ്യുന്നതാണ്. എന്തൊക്കെയാണ് മറ്റു പല ബുദ്ധിമുട്ടുകളുള്ളത്? ഞാൻ വന്നപ്പോൾ മുതൽ ഈ കാണുന്ന ഈ ഒരു കോലത്തിലാണ് ഈ റവന്യൂ ടവറിൻ്റെ. ഇതുവരെ ഇതിലൊരു മാറ്റമോ ഒന്നും വരുത്തിയിട്ടുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ബാത്റൂമിൻ്റെ എല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഓരോ വികസനം എന്നുള്ള കണക്കെഴുതി പൈസകൾ മാറുന്നുണ്ട് ഇവിടെ ശരിയായില്ലെങ്കിലും. ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികളെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും പൊട്ടിക്കുന്നത് കാണാം. അതുപോലെ തന്നെ പിന്നെയും എല്ലാം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ പഴയ അവസ്ഥയിലോട്ട് പിന്നെയും പോകും. ആ രീതി ഞാൻ വന്നപ്പോഴത്തിട്ട് കാണുന്നത്. പിന്നെ ഈ വേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ വേസ്റ്റിൻ്റെ ശല്യം കൊണ്ട് ഇഷ്ടംപോലെ വണ്ടികൾക്കെല്ലാം പ്രശ്നങ്ങൾ വരും. ഇവിടുത്തെ അഭിഭാഷകന്മാർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ വണ്ടികൾക്ക് പ്രശ്നം വന്നിട്ടുള്ളത് എലിശല്യം കാരണം. ഈ വേസ്റ്റിൽ കൂടെ വരുന്നതെല്ലാം വാഹനത്തിൽ കയറി പല ഇലക്ട്രിക് വയറുകളെല്ലാം കടിച്ച് പറ്റുന്ന മുറിക്കുന്ന സംഭവം. അതെ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഇവിടെ.
അപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു കാര്യം എത്രയും പെട്ടെന്ന് ചെയ്യാൻ എന്തായാലും തിരുവല്ലയിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതിനുവേണ്ട മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. വർഷങ്ങളായിട്ട് LDF ഉം UDF ആണ് ഭരിക്കുന്നത്. ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കി ഇതിനൊക്കെ എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാക്കുന്ന രീതിയിൽ ഇലക്ഷനിൽ എല്ലാവരും നേരിട്ട് അതിന് വോട്ടുകൾ ചെയ്യുക. അതല്ലേ അതിന്